Hi all friends, welcome to MTM Political Talk. ഒന്ന് രണ്ട് ദിവസങ്ങളായി വാട്സപ്പിൽ ഒരു നീണ്ട കുറിപ്പ് എല്ലാവരും ഷെയർ ചെയ്യുന്നു, ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നീണ്ട കുറിപ്പായതുകൊണ്ട് തന്നെ അത് കൂടുതൽ സമയമെടുത്ത് വായിക്കേണ്ടത് കൊണ്ട് തന്നെ അത് കൂടുതൽ ശ്രദ്ധിച്ചില്ല. വീണ്ടും അത് പലരും അത് ഷെയർ ചെയ്യുമ്പോൾ എന്തോ അതിലൊരു കുറിപ്പിൽ എന്തോ ഉണ്ട് എന്ന നിലക്ക് ആ കുറിപ്പ് ഒന്ന് വായിക്കാൻ തീരുമാനിച്ചു. വളരെ നല്ല ഒരു കുറിപ്പാണത്. വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു കുറിപ്പാണ്. അപ്പോൾ ആ കുറിപ്പിന്റെ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ മാർക്കറ്റിനെ ഉണർത്തുന്ന കാര്യമാണ് അദ്ദേഹം അതിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ സാധാരണ റമദാൻ മാസത്തിലാണല്ലോ സക്കാത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതാണ് അദ്ദേഹം അതിനെ കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. റമദാൻ മാസത്തിൽ കൊടുക്കണം എന്നില്ല, അതിന്റെ 12 മാസം കണക്കാക്കി ഏതെങ്കിലും ഒരു മാസം കൊടുക്കാം. പക്ഷെ റമദാൻ മാസം കൂടുതൽ പുണ്യമായതുകൊണ്ട് തന്നെ എല്ലാവരും റമദാൻ മാസത്തിലാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ പൈസ നമ്മുടെ വിപണികളിലേക്ക് എത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തരും അവര് അർഹതപ്പെട്ട സക്കാത്തിന്റെ പൈസ അവരുടെ വീട്ടിലേക്ക് അയച്ചു, അത് അവർ സാധാരണക്കാരിലേക്ക് വിതരണം ചെയ്തു. സാധാരണക്കാരിൽ വിതരണം ചെയ്യുന്ന പൈസ തീർച്ചയായും അത് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചതിന്റെ ആ ഒരു രത്നച്ചുരുക്കം. ആ പൈസ 1 കോടി മുതൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ മുതൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപ വരെ സക്കാത്ത് കൊടുക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ ആ സക്കാത്തിന്റെ പൈസ തീർച്ചയായും എല്ലാവിധ ആളുകളിലേക്കും എത്തും. നമുക്ക് ഇപ്പോ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അന്യസംസ്ഥാനക്കാരൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പല രൂപത്തിലെ ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇതിൽ നടക്കുന്നതൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അപ്പോ ഇത് എന്താണെങ്കിലും ഈ കുറിപ്പിന്റെ രൂപം വളരെ നല്ല ഒരു കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് വിപണിയെ ഉണർത്തുകയാണ് എന്നാണ് അതിന്റെ രത്നച്ചുരുക്കം. മറ്റുള്ള ഉത്സവങ്ങളൊന്നും മോശമാക്കി അദ്ദേഹം ചിത്രീകരിക്കുകയല്ല. അദ്ദേഹം പറയുന്നത് ഈ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് അത് വലിയൊരു സംഖ്യ മാർക്കറ്റിലേക്ക് എത്തുകയാണ്. കാരണം ആ സംഖ്യ വലിയൊരു സംഖ്യ ആയിട്ടല്ല ആരും കൊടുക്കുന്നതെങ്കിലും ആ കൊടുക്കുന്നത് പലവരുടെ കയ്യിലേക്ക് എത്തി, ആ പലവരുടെ കയ്യിൽ നിന്നും അത് മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തുകയാണ്. മറ്റുള്ള ആഘോഷങ്ങളെ പോലെ മദ്യത്തിന് വേണ്ടി ഒരുപാട് പൈസ ഇതിൽ ചെലവഴിക്കുന്നില്ല എന്നത് ഒരു വളരെ പ്രശസ്തമായ ഒരു കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. കുറിപ്പിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെങ്കിലും വളരെ ഒരു നല്ല അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. കാരണം വിപണി ഉയർത്തും എന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ വിപണിയിൽ ഇത്രയധികം പൈസ സാധാരണക്കാരന്റെ കയ്യിലേക്ക് എത്തുകയും ആ സാധാരണക്കാരന്റെ കയ്യിലേക്ക് ഇത്രയധികം പൈസ എത്തുകയും ആ പൈസ വിപണിയിൽ എത്തുകയുമാണ്. കാരണം ആരും ഇത് വലിയൊരു സംഖ്യയല്ല ആർക്കും കിട്ടുന്നത്. അപ്പൊ ആരും അത് സൂക്ഷിക്കുകയോ അങ്ങനെ ആക്കുകയോ ഒന്നും ചെയ്യുകയല്ല ചെയ്യുന്നത്. അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അത് വിപണിയിലേക്ക് എത്തുന്നു. അതിൽ എല്ലാ വിഭാഗം ആൾക്കാർക്കും അത് സക്കാത്തിന്റെ പൈസ കിട്ടുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടിക്കണക്കിന് രൂപ ഓരോ സ്ഥാപനങ്ങൾക്കൊക്കെ പ്രമുഖ വ്യക്തികളൊക്കെ സക്കാത്ത് കൊടുത്തതിന്റെ ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ കണ്ടല്ലോ. അതേപോലെ തന്നെ ഇത് വളരെ എല്ലാവരും ഇത് കൊടുക്കുകയാണ്. കാരണം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണവിലയിലുണ്ടാകുന്ന ഈ വർധന, അപ്പോ അതിന്റെ ആസ്തി കണക്കൂട്ടുമ്പോൾ അത് വലിയൊരു സംഖ്യയായി മാറും. അപ്പൊ എന്തായാലും അതിനൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോ അങ്ങനെ നിർബന്ധമായ ഒരു ദാനധർമ്മമായത് കൊണ്ട് തന്നെ എല്ലാവരും അത് നിർവഹിക്കും. ആ നിർവഹിക്കുന്ന സംഖ്യ പാവപ്പെട്ടവരിലേക്ക് എത്തി, സാധാരണക്കാരിലേക്ക് എത്തി, ആ സംഖ്യ എന്തായാലും അത് മാർക്കറ്റിലേക്ക് ഒഴുകുകയാണ്. അതാണ് ഇത്രയും വലിയ ഒരു സംവിധാനം ആണ് ഇത് എന്നും ഇത് ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ അത് കൃത്യമായി നിർവഹിച്ചു. ആ കാര്യം ഇതുവരെ വളരെ ഭംഗിയായി സമൂഹം നിർവഹിക്കപ്പെടുന്നു എന്നൊക്കെയാണ് അദ്ദേഹം കുറിപ്പിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ളത്. തീർച്ചയായും അത് നല്ല ഒരു സന്ദേശമാണ്. അത് എല്ലാവരിലേക്കും, അത് കാണാത്തവരിലേക്ക് കൂടി അത് എത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും പൈസ നമ്മൾ സാധാരണ അദ്ദേഹം അതിൽ സൂചിപ്പിച്ച വേറൊരു കാര്യം, നമ്മൾ ഓരോ ആഘോഷവും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ
മദ്യം വിറ്റതിന്റെ കണക്ക് പിറ്റേ ദിവസത്തെ അടുത്ത ദിവസത്തെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ സാധാരണക്കാരിലേക്ക് എത്തുന്ന ഈ പൈസയെ കുറിച്ച് ഒരു വാർത്താ മാധ്യമം, ഈ വിപണി ഉണർത്തുന്നതിനെ കുറിച്ച് ഒരു വാർത്താ മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം അതിലൊരു പരിഭവം പോലെ സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് ശരിയാണ്. സാധാരണക്കാരന്റെ കയ്യിലേക്ക് എന്തായാലും ഒരു സംഖ്യ എത്തുന്നു, ആ സംഖ്യ വിപണിയിലേക്ക് എത്തുന്നു. എന്താണെങ്കിലും അത് വിപണിക്ക് ചലനമുണ്ടാക്കുന്നു എന്നതും ഈ സക്കാത്തിന്റെ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുറിപ്പിനെ പറ്റിയും കുറിപ്പിന്റെ പൂർണ്ണരൂപത്തെ പറ്റിയും ഒക്കെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. തീർച്ചയായും ഏതായാലും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെങ്കിലും നല്ലതാണ്, നല്ലൊരു കുറിപ്പാണ്. അത് വായിച്ചു, അത് തന്നെയാണ് ഈ വീഡിയോയുടെ ആധാരം. ഏതായാലും ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.